നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ദേവു ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അരുണിന്റെ കോള് വരുന്നത്. അരുൺ വിളിച്ചിട്ട് ദേവുവിനോട് എവിടെ എന്താന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ദേവു പറഞ്ഞു, അതെ ഞാൻ ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ അവിടെ നിൽക്കുക, ഞാൻ ആ വഴി വരുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവു പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുക, ഇപ്പൊ തന്നെ ഞാൻ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വന്ന് ദേവുവിനോട് കയറാൻ പറഞ്ഞു ബൈക്കിലേക്ക്. ദേവു പറഞ്ഞു, വേണ്ട അരുണേട്ടാ, എനിക്ക് പേടിയുണ്ട്. ഓ, പേടിക്കാൻ ഇപ്പൊ എന്തിരിക്കുന്നു, ഒന്ന് കയറിയെന്ന് ഓർത്ത് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നൊന്നുമില്ല, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോ ദേവുവിന് ഭയങ്കര പേടിയാ. ദൈവമേ, ഇനിയിപ്പൊ സച്ചേട്ടനോ രേവതി ചേച്ചി അങ്ങനെ കണ്ട അതോട് തീർന്നു. ആ സമയത്ത് അരുൺ പറഞ്ഞു, എന്തിനാ പേടിക്കണേ, ആരെങ്കിലും കാണുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകത്തില്ലെന്ന് ചോദിച്ചു. ഇതൊക്കെ അരുണേട്ടന് പറയാം, എന്റെ ചങ്കിനകത്ത് തീയാന്ന് പറഞ്ഞു. അതെ, എപ്പോഴാണെങ്കിലും നിന്റെ കഴുത്തെ താലി കെട്ടാൻ പോകുന്ന ആള് ഞാനാ, അറിയാലോ. അതുകൊണ്ട് അതിനിനി ഒരു മാറ്റമില്ല. ഇനി ആർക്കെങ്കിലും എന്തേലും എതിർപ്പുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്റെ ചേച്ചിനെ ഏട്ടനെ ഒന്നും അറിയത്തില്ലാത്തോണ്ടാ അരുണേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ. ദൈവമേ, അവരെങ്ങായി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാവുന്ന പോലും എനിക്ക് പേടിയുണ്ട്. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ജോലിക്കാരനല്ലേ, ഒരു പോലീസുകാരനല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലോന്ന് പറഞ്ഞു. വേണമെങ്കിൽ എന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചോളാൻ പറ, അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവില്ലേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എപ്പോഴാ കല്യാണം, എനിക്കിനി അധിക കാലം ഇങ്ങനെ വെച്ചുണ്ടാക്കാൻ പറ്റില്ല, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാൾ വേണമെന്ന്. ഞാനിങ്ങനെ ഓരോ ദിവസം താമസിപ്പിച്ച് വെച്ചോണ്ടിരിക്കുക, അറിയാലോ. ദേവ് പറഞ്ഞു, നമുക്ക് സംസാരിക്കാം, അതിന് കുറച്ചൊരു സാവകാശമൊക്കെ വേണം അരുണേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ജോലി അടിച്ച് അങ്ങോട്ട് പോവാണ്. ആ സമയം പതിവ് പോലെ രേവതി പൂ കൊടുക്കാനായിട്ട് പോയി. അങ്ങനെ പൂ കൊടുത്തിട്ട് സ്കൂട്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനാണ് പെട്ടെന്ന് രേവതി ആ കാഴ്ച കാണുന്നത്. ദേവു അല്ലേ പോണേ, ബൈക്കിന്റെ പിന്നിരുന്ന്. അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അരുണ്, അതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ ദേവുവിന് ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേവു തന്നെയാണല്ലോ, ഇനിയിപ്പൊ തനിക്ക് തോന്നിയതാണോ? അല്ല, ദേവു തന്നെയാ. അവൾ ആരുടെ ബൈക്കിന് പിന്നിലാ കയറി പോന്നേ, ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. രേവതിക്ക് ആകെപ്പാടെ ടെൻഷൻ. ഇന്ന് വരെ ദേവു ഇതുപോലെ ഒരു കണക്ഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് വല്ല ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചൊന്നും രേവതിക്കൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് രേവതി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവരെങ്ങോട്ടാ പോയെന്ന് കാണാൻ പറ്റിയില്ല. രേവതിക്ക് ടെൻഷനായി. രേവതി നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ഭാമയുടെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലുവാണ്. ചന്ദ്രമതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ നല്ല വിശേഷമല്ലേ നീ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നേ, നീ ഒരുത്തിയെ കൊണ്ട തന്നുകൊണ്ട് എനിക്കിപ്പം നല്ല സുഖമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭാമ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് ചന്ദ്രേ, പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഈ സമയത്ത് ഭാമ പറഞ്ഞു, അതെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊരു കാര്യമില്ല. അതെ, ഇനിയപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ ഞാൻ പുതിയതിനെ കുറിച്ചാ ചിന്തിക്കണേന്ന് പറഞ്ഞു. പുതിയതിനെ കുറിച്ചോ? അതെ, ഇനിയിപ്പൊ അവളെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ടെ സുധിയെ നല്ലൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, നല്ല കോടീശ്വര പുത്രിയെ കൊണ്ട്. നീ എന്തൊക്കെയാടി പറയണേ? എന്റെ മോനെ വെറുതെ ഒന്നുമല്ല, അവന് നല്ല ഒന്നാം തന്നെ ഒരു ഷോപ്പുണ്ട്. പിന്നെ അവന് പെണ്ണ് കിട്ടാനാണോ ബുദ്ധിമുട്ട്, വേറെ ബാധകളും കാര്യങ്ങളൊന്നും ഇല്ല. എടി, അത് നടക്കുന്ന കാര്യമാണോ? സുധിയുടെ കല്യാണം കഴിഞ്ഞ് അവനൊരു ഭാര്യയുള്ളല്ലേ? എടി, അതാ പറഞ്ഞ ഡിവോഴ്സ് നടക്കൂന്ന്. അവർ രണ്ടുപേരും നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ കല്യാണം. എടി, അതിന് ഡിവോഴ്സ് നടത്താനായിട്ട് സുധി സമ്മതിക്കുമോ? പിന്നെ ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് അവനൊരു വാക്കില്ല. അല്ല, അതിന് ശ്രുതിയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നല്ലോ, അതൊക്കെ മുമ്പ്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോഴേ അവൻ അവളുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല. അവനെ അവള് വഞ്ചിച്ചിട്ട് പോയെന്നാ പറയണേ. അവനോട് കള്ളത്തരം പറഞ്ഞു പോലും. അതുകൊണ്ട് അവനാണെങ്കിൽ അവളെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല. എത്രയും പെട്ടെന്ന് അവള് ജീവിതത്തിൽ നിന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദ്രൻ, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയല്ലേ, ആ കൊച്ചിട്ട് പാവമല്ലേ? പാവോ? എന്ത് പാവം? ഇതേ അവൾക്ക് റെക്കമെൻഡുമായിട്ട് വന്നാണ്ടല്ലോ, പിന്നെ എന്റെ തനി സ്വരൂപം നീ എന്താണെന്നറിയും. എനിക്ക് അവളുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല. അവള് കാരണം എന്റെ മോന്റെ ജീവിതം താർന്ന. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിപ്പോയി ചന്ദ്രമതിക്കല്ല, ഭാമയ്ക്ക്. ഭാമ പറഞ്ഞു, ചന്ദ്ര, എന്നാലും എടി സത്യം പറ, അവളെങ്ങാനും ഇവിടെ വന്നായിരുന്നോ? അവള് വന്ന് നിന്നെ കയ്യിലെടുത്ത ലക്ഷണം കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. എങ്കിൽ നിനക്കും കൊള്ളാം. ഇനി എന്താണെങ്കിലും നീ എന്റെ മോന് വേണ്ടി കല്യാണം ആലോചിക്കണ്ട, ഒന്ന് ആലോചിച്ചുകൊണ്ട് തൃപ്തിയായി. ഇനി
ചന്ദ്രമതി തന്നെ ആലോചിച്ച് നല്ലൊരു വിവാഹം അവന് കണ്ടെത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ നീ അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ ഞാനല്ലാതെ എന്റെ മകന്റെ കാര്യം ആരാ തീരുമാനിക്കുന്നേ? ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് അവന് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭാമയ്ക്ക് മനസ്സിലായി ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചാണ്. അപ്പം മനസ്സിലൊരു പിതാന്നുള്ള കാര്യം. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ചന്ദ്രമതി പോകുന്നത്. ഭാമ അപ്പോഴേക്കും ശ്രുതിയെ വിളിച്ചു. ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതിയോട് കാര്യങ്ങൾ പറയണം. വേറെ കല്യാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ടെൻഷനായി. ശ്രുതി പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല ആൻറ്റി. ഈ ശ്രുതി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഞാൻ ചെന്നേ അവനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനല്ല. ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവന്റെ ജീവിതത്തിൽ അവനെ സ്നേഹിച്ച് കടന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി മാത്രം അവനെ ഞാൻ വേറൊരു പെണ്ണിനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭാമ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാനുണ്ടെ നേരത്തെ ചെയ്യണം. ഇനി എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതേസമയം രേവതി വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ ഉണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മിയമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴെങ്കിലും പറഞ്ഞ് ദേവു ഓഫീസിലേക്ക് പോയി, ശരത്തും പോയെന്ന് പറഞ്ഞു. പിന്നീട് ദേവുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അവൾക്ക് കല്യാണമൊക്കെ നടത്തണ്ടമ്മേ, ആലോചനകളൊക്കെ. അവൾക്ക് കുറെ ആലോചനകളൊക്കെ വന്നായിരുന്നു മോളെ. പക്ഷെ അവൾക്ക് ഇപ്പോൾ ഒന്നും കല്യാണം വേണ്ടെന്നാ പറയണേ. അത് മാത്രമല്ല, കല്യാണം എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യമല്ലോ. അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഒന്ന് രണ്ട് കല്യാണാലോചനകളൊക്കെ വന്നിട്ടും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം കഴിഞ്ഞാണ്, ഇനി നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? ഇത്രയും കാലം നീ സഹായിച്ചുകൊണ്ട് കുടുംബവും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. കെട്ടിച്ചു വിട്ടിട്ട് പോലും നീ നിന്നെ കൊണ്ട് കഴിയുന്ന വേണം സഹായിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിനക്കൊരു കുടുംബമായില്ലേ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ദൈവനും അത്യാവശ്യം ശമ്പളം ഉണ്ട്. പിന്നെ എൻ്റെ ഏക പ്രതീക്ഷ ശരത്തിനൊരു ജോലി കിട്ടിക്കഴിയുവാണെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ മാറും അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ദേവുവിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കാരണം രേവതിയുടെ മനസ്സിൽ ഇത് കിടക്കുവാണ്. ഇനി അവൾക്കിനി ഇഷ്ടമുണ്ടെങ്കിൽ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ ആവുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അവളോട് അങ്ങനെ നേരിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളത് പറയുമോന്നും അറിയത്തില്ല. ആ സമയത്ത് ദേവു അരുണിന്റെ ബൈക്കിന് പിന്നാലെ കയറി പോവാണ്. ആ സമയത്താണ് സച്ചി വരുന്നത്. സച്ചിൻ കാറിന് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഓഫീസിന്റെ മുന്നേ എത്താറെ കഴിഞ്ഞപ്പോഴത്തേനും ദേവു പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്കിൽ നിന്ന് ദേവു ഇറങ്ങി. ഈ സമയത്ത് സച്ചി അതിന്റെ ഓപ്പോസിറ്റ് എന്നെ കൊണ്ടുവന്ന് കാർ നിർത്തുവാണ്. അപ്പൊ സച്ചിയോട് അതിലൂടെ പോയ ഒരു ബൈക്ക് യാത്രക്കാരൻ ഒന്ന് വഴി ചോദിച്ചു. അപ്പോഴത്തേക്കും ഒന്ന് വഴി ഒന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് അറിയത്തില്ലാത്തൊരു വഴി ചോദിച്ചപ്പോൾ സച്ചി അത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ അങ്ങോട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പെട്ടെന്ന് സച്ചി ആ കാഴ്ച കാണുന്നത്. ദേവു നിൽക്കുന്നത്. ദേവു അരുണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് പെട്ടെന്ന് ആളാരാ എന്താന്നൊക്കെ മനസ്സിലായി. ഇവനുമായിട്ട് ഇവൾക്ക് എന്താ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയും. കാരണം അരുണും സച്ചിയും കൂടെ പണ്ടേ തൊട്ട് അടിയാണ്. രണ്ടുപേരും തമ്മിൽ ചേരത്തില്ല. പക്ഷെ പെട്ടെന്ന് അവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് വല്ലാത്തൊരു അന്താളിപ്പായി പോയി. അവരുടെയുള്ള സംസാരവും ചിരിയും മട്ടും കണ്ടിട്ട് അത്ര നല്ല അടുപ്പമുള്ള അല്ല എന്നൊരു തോന്നൽ സച്ചിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സച്ചി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.